എല്ലാവർക്കും നമസ്കാരം. ആയുർജ്യോതി കമ്മ്യൂണിൻ്റെ ആരോഗ്യ സംരക്ഷണത്തിൻ്റെ രീതികൾ എന്നതിനെക്കുറിച്ചുള്ള മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നാം ഇന്ന് കഴിഞ്ഞ വീഡിയോയിൽ പറയുകയുണ്ടായി, ആരോഗ്യം എന്നതിനെ എന്തൊക്കെയാണ് ഇന്നത്തെ കാലഘട്ടത്തിൽ നാം ആരോഗ്യ സംരക്ഷണത്തിൽ എന്തൊക്കെയാണ് പ്രശ്നങ്ങൾ അല്ലെങ്കിൽ എന്തൊക്കെയാണ് ശ്രദ്ധിക്കേണ്ടത് എന്നതിനെക്കുറിച്ച് പറഞ്ഞു വെക്കുകയുണ്ടായി. അതുപോലെ തന്നെ പ്രസക്തമായ ഒരു കാര്യമാണ് ആരോഗ്യ സംരക്ഷണം എന്ന് പറയുന്നതിൽ ഇന്ന് നാം അനുഭവിക്കുന്ന പ്രതിസന്ധികൾ അല്ലെങ്കിൽ ക്രൈസിസ്, ചാലഞ്ചുകൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. അത് നമുക്ക് മനസ്സിലാകണമെങ്കിൽ നാം നമ്മുടെ മുൻ തലമുറയെ പറ്റി ഒന്ന് ചിന്തിക്കേണ്ടിയിരിക്കുന്നു. മുൻ കാലഘട്ടങ്ങൾ, അതായത് 19-ാം നൂറ്റാണ്ടിൻ്റെ മധ്യകാലഘട്ടത്തിലും 20-ാം നൂറ്റാണ്ടിൻ്റെ മധ്യഭാഗം വരെയൊക്കെ മനുഷ്യന്റെ ശരാശരി ആയുർദൈർഘ്യം എന്ന് പറയുന്നത് 45-55 വയസ്സ് വരെയായിരുന്നു. എന്നാൽ നമ്മുടെ ആരോഗ്യ രംഗത്ത് അല്ലെങ്കിൽ മെഡിക്കൽ സയൻസിൻ്റെ വളർച്ചയോടുകൂടി ആ മേഖലയിലുണ്ടായ ശാസ്ത്രീയ പുരോഗമനങ്ങളുടെ കണ്ടുപിടുത്തങ്ങളുടെയും ഫലമായി നമുക്ക് ഈ 2025-ാം ആണ്ട് ആകുമ്പോഴേക്കും ആ 55 വയസ്സ് 45 വയസ്സ് എന്നതിനുപരി 70 വയസ്സ് 80 വയസ്സുകളിലേക്ക് അല്ലെങ്കിൽ 90 വയസ്സ് വരെ നമ്മുടെ മനുഷ്യരുടെ ആയുർദൈർഘ്യം നിലനിർത്തുവാൻ, വർദ്ധിപ്പിച്ചു കൊണ്ടുവരുവാൻ സാധിച്ചിട്ടുണ്ട്. അതിൽ ആധുനിക മെഡിക്കൽ സയൻസിൻ്റെയും അനുബന്ധ ശാസ്ത്ര സാങ്കേതിക വിദ്യകളുടെയും പ്രസക്തി വളരെയേറെ നാം മനസ്സിലാക്കേണ്ടതും നമുക്ക് ബോധ്യമുള്ള കാര്യവുമാണ്. എന്നാൽ മുൻകാലഘട്ടങ്ങളിൽ എന്തായിരുന്നു സംഭവിച്ചിരുന്നത്? ഈ 45-55 വയസ്സിനിടയിൽ മനുഷ്യൻ മരണത്തിന് കീഴടങ്ങുകയായിരുന്നു. അതിന് മിക്കവാറും കാരണം എന്ന് പറയുന്നത് രോഗബാധിത, ആ സമയത്തുണ്ടായിരുന്ന ചികിത്സാ സംവിധാനങ്ങൾ അത്രത്തോളം രോഗങ്ങളെ കീഴടക്കുവാൻ പറ്റാവുന്ന രീതിയിലുള്ള നമ്മുടെ ശാസ്ത്ര സാങ്കേതിക വിദ്യകൾ വളർന്നു വന്നില്ല എന്നുള്ളത് തന്നെയായിരുന്നു. എന്നാൽ ഇന്നത്തെ കാലഘട്ടത്തിൽ നോക്കുകയാണെങ്കിൽ നാം ആരോഗ്യ മേഖലയിൽ അല്ലെങ്കിൽ നമുക്ക് ആയുർദൈർഘ്യം 90കളിലേക്ക് എത്തിക്കുവാൻ സാധിച്ചുവെങ്കിലും നാം ഇന്ന് വളരെയധികം പ്രതിസന്ധിയിലൂടെയാണ് ഈ ആരോഗ്യത്തിൻ്റെ കാര്യത്തിൽ കടന്നു പോകുന്നത്. കാരണം മറ്റൊന്നുമല്ല, ഇന്നത്തെ കാലഘട്ടത്തിൽ ഒരു 40 വയസ്സ് 45 വയസ്സുള്ള ആൾക്കാരെ നമ്മുടെ ചുറ്റുപാടിൽ നോക്കുകയാണെങ്കിൽ തന്നെ പലരും പലപ്പോഴും പല മരുന്നുകളുടെയും തുടർച്ചയായ പരിശോധനകൾ, ചെക്കപ്പുകൾ, മരുന്നുകൾ, ഈ വിധ കാര്യങ്ങളിലൂടെയാണ് ഈ 80 വയസ്സ് വരെയൊക്കെ ജീവിച്ചു പോകുന്നത് എന്ന് കാണാം. അതിൽ നാം ഇന്നത്തെ കാലഘട്ടത്തിൽ ആരോഗ്യവാനാണോ എന്ന് നമ്മൾ ഒരാളോട് ചോദിക്കുകയാണെങ്കിൽ പലപ്പോഴും പ്രത്യേകിച്ച് പ്രശ്നങ്ങളൊന്നുമില്ല, ആരോഗ്യ പ്രശ്നങ്ങൾ, എനിക്ക് അസുഖങ്ങളൊന്നുമില്ല, പക്ഷേ എന്താണ് ഇപ്പോഴൊക്കെ എന്തെങ്കിലും മരുന്നുകളൊക്കെ എന്തെങ്കിലും കേട്ടോ, അത് ചെറിയ തോതിൽ ഷുഗർ ഉണ്ട്, അതിന് 2 നേരം മരുന്ന് കഴിക്കുന്നുണ്ട്, കൊളസ്ട്രോളിൻ്റെ മരുന്ന് കഴിക്കുന്നുണ്ട്, ഇങ്ങനെ ഉള്ള ടെസ്റ്റുകൾ ചെയ്തു പോകുന്നതുകൊണ്ട് ആരോഗ്യ പ്രശ്നങ്ങളൊന്നുമില്ല എന്ന് പറയും. എന്നാൽ ഇതാ യഥാർത്ഥത്തിൽ ആരോഗ്യകരമായ ഒരു ജീവിതമാണോ അങ്ങനെയുള്ള വ്യക്തികൾക്ക് ഉള്ളത് എന്ന് നാം ചിന്തിക്കേണ്ടിയിരിക്കുന്നു. അതായത് ഒരു ന്യൂ നോർമൽ എല്ലാ മേഖലകളിലും വളർന്നു വന്നിരിക്കുകയാണ്. ആരോഗ്യം എന്നതിനെ ഈ ഷുഗറിൻ്റെ, കൊളസ്ട്രോളിൻ്റെ അല്ലെങ്കിൽ ഈ മറ്റേതെങ്കിലും തരത്തിലുള്ള ജീവിതശൈലി രോഗങ്ങളുടെ മരുന്നുകൾ ഉപയോഗിച്ചുകൊണ്ട് അതിനെ നിയന്ത്രിച്ചുകൊണ്ട് ജീവിച്ചു പോകുന്നവരും ആരോഗ്യവാനാണ് എന്ന് ചിന്തിക്കുകയും ആ രീതിയിൽ ജീവിക്കുകയും ചെയ്യുന്ന ഒരു കാലഘട്ടമാണിന്ന്. ഇതിൻ്റെ പ്രതിസന്ധി എന്ന് പറയുന്നത് ഇപ്പോൾ ഈ ഒരു 5-6 വർഷത്തിനിടയിൽ ഈ പ്രത്യേകിച്ചും കൊറോണയോടുകൂടി നാം വളരെയധികം നമ്മുടെ വ്യക്തിജീവിതം തന്നെയാണ് അല്ലെങ്കിൽ ജീവിതശൈലിയാണ് പല അസുഖങ്ങൾക്കും കാരണമെന്നും ഒരു വൈദ്യശാസ്ത്രത്തിൻ്റെയോ ഹോസ്പിറ്റലിൻ്റെയോ സഹായത്തോടു കൂടി നമുക്ക് പൂർണ്ണ ആരോഗ്യവാന്മാരായി കഴിയുവാൻ സാധിക്കുകയില്ല എന്നും ഏറെക്കുറെ പൊതുജനങ്ങൾ മനസ്സിലാക്കി വരുന്ന ഒരു കാലഘട്ടമാണ്. ഈ ഒരു ലൈഫ് സ്റ്റൈൽ ഡിസീസസ് എന്ന് പറയുന്നത് അല്ലെങ്കിൽ ആരോഗ്യം പരിപാലനം എന്ന് പറയുന്നത് ഈ മരുന്നുകളെ കൊണ്ട് പോകുന്നതിലൂടെ
അവർക്ക് വ്യക്തിപരമായും കുടുംബപരമായും ഒക്കെ ഉണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ ഒരു തരം. അതായത് മുൻപ് 45-50 വയസ്സുകളിൽ വരെ ജീവിച്ചിരുന്നവർ ആ ഏകദേശം 55 വയസ്സ് വരെയും, അല്ലെങ്കിൽ കുറച്ചു കാലം മുമ്പേ ഒരു 10-15 വർഷം മുമ്പേ ഒക്കെ 85 വയസ്സ് 90 വയസ്സ് വരെയൊക്കെ ജീവിച്ചിരുന്നവർ, അവർ ജീവിതം അവസാനിക്കുന്നത് അവരുടേതായ കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ട് തന്നെയായിരുന്നു. ഒരു കിടപ്പ് രോഗിയായോ അല്ലെങ്കിൽ വർഷങ്ങളോളം മരുന്നിന്റെ സഹായത്തോടു കൂടി പിടിച്ചു നിൽക്കുകയോ ചെയ്യുകയായിരുന്നില്ല എന്നതാണ് പ്രത്യേകത. അതായത് മനുഷ്യന്റെ ആ ഒരു 40-45 പ്രായത്തിൽ ചെയ്യാൻ പറ്റുന്ന ജോലികൾ ചെയ്യുകയും അതുപോലെ തന്നെ നമ്മുടെ കോഗ്നിറ്റീവ് ഫങ്ഷൻസ്, നമ്മുടെ മെന്റൽ എബിലിറ്റി അല്ലെങ്കിൽ ചിന്തിക്കുവാനും അതിനനുസരിച്ച് പ്രവർത്തിക്കുവാനും ഉള്ള ഫിസിക്കൽ കണ്ടീഷനും മാനസികാരോഗ്യവും ഒക്കെ ഒരേപോലെ നിലനിൽക്കുകയും അത് 90 വയസ്സ് വരെയൊക്കെ നീണ്ടുപോവുകയും അതേപോലെ തന്നെ ജീവിച്ചു പോവുകയും ചെയ്യുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ച് ആരോഗ്യവാനാണ് എന്ന് നമുക്ക് പറയാം. അങ്ങനെയായിരുന്നു നമ്മുടെ ഒരു 10-20 വർഷം മുമ്പേക്കുള്ള തലമുറ ജീവിച്ച് മരിച്ചിരുന്നത്. എന്നാൽ ഇന്ന് 25-30 വയസ്സാകുമ്പോഴേക്കും പല തരത്തിലുള്ള മരുന്നുകളുടെയും അല്ലെങ്കിൽ ആരോഗ്യ പരിപാലന മേഖലയുടെ സപ്പോർട്ടോടു കൂടിയാണ് ഈ 80 വയസ്സ് വരെ ഒരുവിധമുള്ള ആൾക്കാരൊക്കെ ജീവിച്ചു തീർക്കുന്നത് എന്ന് കാണാം. ഇതാണ് ഇന്ന് നാം അനുഭവിക്കുന്ന ആരോഗ്യ പരിപാലന രംഗത്തെ പ്രധാനപ്പെട്ട ക്രൈസിസ് എന്ന് നമുക്ക് കാണാൻ പറ്റും. ഇത്രയേറെ നമ്മുടെ ആരോഗ്യ മേഖല, എമർജൻസി മെഡിസിനൽ കെയർ യൂണിറ്റ് അല്ലെങ്കിൽ ആ ഒരു സെക്ടർ ഡെവലപ്പായിട്ടും ഇന്ന് കാണുന്ന മരണങ്ങൾ മിക്കവാറും മാരകമായ അസുഖങ്ങൾ കൊണ്ടുള്ള മരണങ്ങളാണ്. അതിൻ്റെ പ്രത്യേകത തന്നെ അത് രോഗാണുക്കളെ കൊണ്ട് ഉണ്ടാകുന്നതല്ല എന്നതും വളരെയധികം ഭീതിപ്പെടുത്തുന്നതും, ഇങ്ങനെയുള്ള അസുഖങ്ങൾ വന്നു കഴിഞ്ഞാൽ ഇതിൽ നിന്ന് മോചനമില്ല എന്നുള്ള ഒരു കണ്ടീഷൻ, അതായത് മരുന്ന് സ്റ്റാർട്ട് ചെയ്താൽ മരണം വരെ ഈ മരുന്ന് കണ്ടിന്യൂ ചെയ്യണം, ജീവിതത്തിന് ആ മരുന്നിനോടും ആ രോഗാവസ്ഥയിലേക്ക് അല്ലെങ്കിൽ അതിൻ്റെ കാഠിന്യങ്ങൾ അനുഭവിക്കാതിരിക്കാനുള്ള നിയന്ത്രണങ്ങളും ജീവിതശൈലികളും നമ്മൾ സ്വീകരിക്കുക വഴിയാണ് നാം ഇത്രയും കാലം ജീവിച്ചു പോകുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഇന്ന് ലൈഫ് സ്പാൻ കൂടിയിട്ടുണ്ട് എന്ന് പറയുന്നത്. ലൈഫ് സ്പാൻ എന്ന് കണ്ടിരിക്കുന്നത് ഈ 19-ാം നൂറ്റാണ്ടിന്റെ മധ്യകാലഘട്ടത്തിൽ ഉണ്ടായിരുന്നത് പോലെ 45-50 വയസ്സിൽ ആൾക്കാർ മരണപ്പെടുന്നില്ല. പക്ഷേ ഇന്ന് ലൈഫ് സ്പാൻ 90 വയസ്സ് വരെ ഉണ്ട്. നമുക്ക് ജീവിതം 90 വയസ്സ് വരെ നമുക്ക് ആയുസ് നീട്ടിക്കിട്ടിയിട്ടുണ്ട്. എന്നാൽ ഈ ആയുഷ്കാലം നാം ഏകദേശം ഒരു 30 വയസ്സ് 40 വയസ്സിനിടയിൽ തന്നെ മരുന്നുകളുടെയും മറ്റും സപ്പോർട്ടോടു കൂടിയാണ് ജീവിച്ചു പോകുന്നത്. അതായത് ആയുസ്സുണ്ട് പക്ഷെ ആരോഗ്യം ഇല്ല എന്ന അവസ്ഥ. ഈ രീതിയിലുള്ള നമ്മുടെ സമൂഹത്തിൻ്റെ വ്യക്തികളുടെ ജീവിതം വളരെയേറെ ദുർഘടം പിടിച്ചതുമായി തീരാറുണ്ട്. ഉദാഹരണത്തിന് ഈ ജീവിതശൈലിയിൽ പ്രധാനപ്പെട്ട ഇന്ന് മനുഷ്യരാശിയെ കാർന്നു തിന്നുന്ന ജീവിതശൈലി രോഗങ്ങളിൽ പ്രധാനപ്പെട്ടതാണ് ക്യാൻസർ, സ്ട്രോക്ക്, അതുപോലെ ഹൈപ്പർ ടെൻഷൻ, ഷുഗർ പേഷ്യൻ്റ് ആയിട്ടുള്ളത്, അമിതമായ രക്തസമ്മർദ്ദം, അമിതമായ ഷുഗറിൻ്റെ അളവ്, ഇതൊക്കെ കൊണ്ട് ഉണ്ടാകുന്ന രോഗങ്ങൾ അതുതന്നെ മരണകാരണമാവുകയും അല്ലെങ്കിൽ ഈ ചില ജീവിതശൈലി രോഗങ്ങൾ മറ്റു രോഗങ്ങളിലേക്ക് നമ്മളെ എളുപ്പത്തിൽ എത്തിക്കുകയും ചെയ്യുന്നതും അത് മരണത്തിൽ കൊണ്ട് കലാശിക്കുകയും ചെയ്യുന്നതായിട്ട് കാണാം. ഇങ്ങനെയുള്ള ഒരു ഘട്ടം നാം ശരിക്ക് ബോധവാന്മാരാകുന്ന ഒരു സമയമായിരുന്നു കൊറോണ കാലഘട്ടങ്ങളിൽ. നമുക്ക് കൊറോണ ബാധിച്ച് നമുക്ക് നഷ്ടപ്പെട്ട ആൾക്കാരുടെ എണ്ണം എടുത്തു നോക്കിയാൽ അതിൽ വലിയൊരു ശതമാനവും നാം ഇത്രയും സമയം പറഞ്ഞതുപോലെ ജീവിതശൈലി രോഗങ്ങൾക്ക് അടിമപ്പെട്ടവരോ അതിനുവേണ്ടി മരുന്നുകൾ നിത്യമായി ഉപയോഗിക്കുന്നവരോ അതല്ലെങ്കിൽ രോഗപ്രതിരോധ ശേഷി കുറഞ്ഞ് ലെവലിൽ നിലനിൽക്കുന്നതായ വ്യക്തികളോ ആണ് എന്ന് കാണും. ഇതാണ് നമുക്ക് ഇന്ന് നമ്മളെ വളരെയധികം ചിന്തിപ്പിക്കുകയും നമുക്ക് എന്ത് ചെയ്യാനാകും, എന്ത് ചെയ്യണം എന്നതിനെക്കുറിച്ച് നാം അന്വേഷണം നടത്തിക്കൊണ്ടിരിക്കുകയും ചെയ്യുന്ന ഒരു സാഹചര്യത്തിലേക്ക് നമ്മളെ കൊണ്ടെത്തിച്ചത് എന്ന് പറയാം. കൊറോണയ്ക്ക് ഇന്ന് നാം കാണുന്ന നമ്മുടെ ചുറ്റുപാടും കാണുന്ന ഒരുപാട് ക്ലബ്ബുകളും ജിംനേഷ്യങ്ങളും ബോധവൽക്കരണ പരിപാടികളും ഒക്കെ ആയി പോകുന്ന
ഈ ഒരു ക്ലബ്ബുകളുടെയും ഇവയൊക്കെ സാന്നിധ്യം കൂടുതലായി സമൂഹത്തിൽ ഉണ്ടാകുവാൻ കൊറോണയ്ക്ക് വലിയൊരു പങ്കുണ്ട് എന്ന് പറയാം. അതോടുകൂടി നാം ഏകദേശം നമ്മുടെ സമൂഹം ആരോഗ്യം എന്നതിലെ ആ ഒരു കേവലം ഒരു അസുഖം വന്നു കഴിഞ്ഞ് അല്ലെങ്കിൽ വന്ന ശേഷം ഒരു ഹോസ്പിറ്റൽ ഉണ്ട് എന്ന ഒരു ധൈര്യത്തിൽ നമുക്ക് പോകാമെന്ന ആ ചിന്താഗതിയിൽ നിന്ന് കുറേയൊക്കെ ഡൈവേർട്ടായി മറ്റു മാർഗങ്ങളൂടി നമ്മൾ സ്വീകരിക്കേണ്ടതുണ്ട് എന്നും ബോധ്യം വന്നുകൊണ്ടിരിക്കുന്ന ഒരു കാലമാണ്. ഈ ഒരു കാലഘട്ടത്തിലാണ് ഹെൽത്ത് ക്രൈസിസ് എന്താണെന്ന് മനസ്സിലാക്കുക, ഈ ക്രൈസിസ് നമുക്ക് വരാതിരിക്കുവാൻ എന്ത് ചെയ്യുക എന്നൊക്കെയുള്ള കാര്യങ്ങളെ ആസ്പദമാക്കി ഈ ആരോഗ്യജ്യോതി കമ്മ്യൂണും അതുപോലെ വെൽനസ് കമ്മ്യൂൺ എന്ന് പറഞ്ഞ ഒരു ഓർഗനൈസേഷനും ഒക്കെ ചേർന്നുകൊണ്ട് കുറേയേറെ അധികം ഹെൽത്ത് പ്രോഗ്രാംസും മറ്റും നടന്നു വരുന്നു. ഇതിൽ ആദ്യ ഭാഗമായ ഇന്നത്തെ ചാലഞ്ചുകൾ, ക്രൈസിസ് എന്തൊക്കെ എന്ന് ബോധ്യപ്പെടുത്തുക എന്ന ഉദ്ദേശത്തോടു കൂടിയുള്ള ഈ വീഡിയോ ഇവിടെ വെച്ച് ഞാൻ അവസാനിപ്പിക്കുന്നു. നമുക്ക് വീണ്ടും കാണാം. ഈ ആരോഗ്യരംഗത്തെ ലൈഫ് സ്പാനും ഹെൽത്ത് സ്പാനും നമ്മളൊന്ന് വിലയിരുത്തുകയുണ്ടായി. അതുപോലെ തന്നെ നമുക്ക് ആരോഗ്യ സംരക്ഷണത്തിനായുള്ള മാർഗങ്ങൾ എന്തൊക്കെയാണ്. ആരോഗ്യ സംരക്ഷണം എന്ന് പറയുന്നത് പല തട്ടുകളായി തിരിച്ചുകൊണ്ട് ഒരു 3 ടയർ പ്രോഗ്രാമായി നാം ഇന്ന് നമ്മുടെ ആധുനിക യുഗത്തിൽ പ്രായോഗിക തലത്തിലുള്ള ഒരു സംഗതിയാണ്. ഈ ഹെൽത്ത് കെയർ സിസ്റ്റം ഒരു 3 മേഖലകളായിട്ട് വർക്ക് ചെയ്യുന്നതാണ്. അപ്പോൾ ഈ വിധ കാര്യങ്ങളെക്കുറിച്ച് ഉള്ള പരിശോധനകളുമായി വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.